ചക്രം മുന്നോട്ടോടുന്നു തേടുവാൻ ജേടതൻ സുഖം ഇപ്പോഴല്ല സമയം തേടുവാൻ ജേടതൻ സുഖം ഇപ്പോഴല്ല സമയം സ്വന്തം നാടിൽ ദൈവമുഖം കാൺകയാത്രേ വാഞ്ചേത സ്വന്തം നാടിൽ ദൈവമുഖം കാൺകയാത്രേ വാഞ്ചേത ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ അല്പമല്പം വിശപ്പിന് സ്വൽപ്പ വെള്ളം ദാഹിക്കൽ അല്പമല്പം വിശപ്പിന് സ്വൽപ്പ വെള്ളം ദാഹിക്കൽ നിത്യമായോർവാസസ്ഥാനം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ നിത്യമായോർവാസസ്ഥാനം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസയിൽ ദൈവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസയിൽ എന്നെ ഏതേൽപ്പാനായി ദൈവദൂതർ വരുന്നു എന്നെ ഏതേൽപ്പാനായി ദൈവദൂതർ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു സമയമാം ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന് ഭേദപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിന് ഭേദപ്പെട്ടോടിടുന്നു പർവ്വതങ്ങളുണ്ടായിരിക്കും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർവഹിച്ചിട്ടുമുണ്ട് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചെരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അതരിഞ്ഞു പാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ പ്രവിശും പോകുന്നു
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ന്? മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും? മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ. എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേഘി വേഗം വന്നിടണേ. എന്നേശുവേ വാനമേഘി വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ. എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ.
വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഘമതിൽ വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഘമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യകീപ്പോ ഒരുങ്ങുന്നീ ബുദ്ധിയുള്ള നിർമ്മല കന്യകീപ്പോ ഒരുങ്ങുന്നീ. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ വന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പിന്നെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അതുകൊണ്ട് നല്ല രാജ്യശക്തി കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിർമ്മലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യാമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം നമ്മളോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായി ഈ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നവന് ആത്മീയമായ പൂർണ്ണാശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ ഇവനെ ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്നേക്ക് ബഹുമാന യോഗ്യമാകുന്നു. ഓശുവ ബുക്കുൽ സുബാൻ ലവുൽ മീൻ. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ. ഹല്ലേലൂയ. തിരുനാമത്തെ എന്നസ്തികളെ വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ. ഹല്ലേലൂയ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ മോചിച്ചിടും നിൻ പാപങ്ങൾ. ഹല്ലേലൂയ. വേദനകൾ കേകും ശമനം നാശമൊഴിച്ചവനം ചെയ്യും. ഹല്ലേലൂയ. കാരുണ്യത്താൽ താങ്ങും നിന്നെ പാർക്കുമോ. സ്നാനെ നിന്നെ അണിഞ്ഞോരെ മുടിവിനു നാഥാ വെടിയരുതേ.
നിന്തിരുമൈ ഭക്ഷിച്ചോരെ ദഹനൻ ഭക്ഷിച്ചിടരുതേ. നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിലപിക്കരുതേ. വേദനയാൽ മൃതരെ സന്ദർശിച്ച സുധാ കൃപയടിയാരിൽ ചെയ്യണം. സൗമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനുമാം സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യൻ്റെ ആയുഷ്കാലത്തും പരിമിതി നിർണ്ണയിക്കുന്നവനും മരണം മുഖേന അതിനെ അഴിച്ചു മായച്ചു കളയുകയും അക്ഷയവും മനശ്വരവുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നതിനുമായ കർത്താവിൻ്റെ സ്തുതിയും. തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും യാമങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യുക്തമാകുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ ആ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതരായി ഉദ്ധാനം ചെയ്യുകയും സകല വാങ്ങിപ്പോയവരുടെ മസ്തികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി സകല വാങ്ങിപ്പോയവരെ അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകരായ മാലാകമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ച് നിൽക്കുകയും നീതിമാന്മാർ സന്തോഷമണവറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികളാഴമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യദണ്ഡനങ്ങളിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരവരർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ട ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാൻ നിർമ്മിതമായിരിക്കുന്ന ഈ 10 കമ്പിയുള്ള കിന്നരത്തെക്കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചിതലിനും മുഴുവനും കൂടായി തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനകളെക്കുറിച്ചും കോട്ടകളെക്കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീർന്ന ഈ സുന്ദരമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് അനുകുണ്ടാകണമേ. മാമോദീസായുടെ റുഷ്മായാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ളതിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നുള്ള വിശ്വാസത്തിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസനിൽ നിനക്ക് കനിവ് തോന്നണമേ. പ്രീതിയോടുകൂടെ ഇവൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാകമാരാകുന്ന സേനകളുടെ സഹായത്താൽ അവനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിൻ്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി അവനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോടൊരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്നിവനെ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാനിൽ ദയതോന്നി നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കണമേ. നിന്റെ തിരുനിവാസസ്ഥാനത്ത് ഇവനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഇവനെയും ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമണവറയിൽ ഇവനെയും ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുത്ഥാനത്തിൽ നിന്ന് വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും ഇവനെ അർഹനാക്കണമേ. ഇവൻ്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ മുഖതേജസ്സാൽ ഇവനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഇവൻ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണവുമായി ഈ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമാവുന്ന ഞങ്ങളെ കരുണാപൂർവകമായ നിര്യാണത്തിനും
നിന്റെ ഭവനക്കാർക്കും വത്സലന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാക്കണമേ. ഞങ്ങളിലൊരുവനെ പോലെ നിന്റെ രാജ്യത്തിൽ നിന്ന് അന്യനെ വേർതിരിക്കപ്പെട്ടവനുമാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കുമുള്ളതാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ജീവതനെ മൃതിയാർന്നോരേ ഉത്ഥാനം ചെയ്യിപ്പോനെ ക്ഷണവും സ്തോത്രവും മറ്റോരം മൃഗരെ ജീവിപ്പിക്ക ലാസറിനെ കല്ലറയിന്നും ആഹ്വാനം ചെയ്തൊരു നാദൽ വിശ്വാസത്തോട് മൃതി പൂണ്ടോർക്കുദ്ധാനം നൽകിയിടേണമേ. മുറിയോരാകെ മേലനു ആധാരേൻ. മഹാകാരുണ്യവാനായ ദൈവം പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്ക് അണയ്ക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കണമേ. മോറൻ വാലോഹാൻ ലവുൽ മീൻ. സംസ്കാരേ ചോരി പരിമളതൂപം ഇതിനാൽ നിൻ ശരണേ മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ. ജീവപ്രദരാജന്മോദിശേതും മൃതരാമഹിടക്കും ജീവൻ ഒന്നായി മൃതരെല്ലാം അപരിബോധിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും. ും പാനം ചെയ്തോനെ ഞാൻ വെളിയാശിയോലിൽ എന്നാൽ അവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ നീശൻ ചൊന്നോ യാവജനം സ്തുത്യം ോളെത്തി ശ്രീവായാൽ രക്ഷേശവനായി ഇനിയും വന്നേ താതാമ്യരയേറ്റി മഹിമാ പരമേകും ജവിയന്നീശോധനെ നാം സ്തോത്രം ആരാധിക്കേണം. നവ്യതയോജാനെ കരുണാവേ നൽക നിന്നിൽ നീതിതരാം നിന്ദാസന്മാർക്കായി സോദരേ കാണിൻ കബറിൻ സംഹാരം പ്രത്യാകാരത്തെ മൃത്യുഹരിക്കുന്നു. ആദാമ്യം ക്ഷയമോ തീമൃതിയിൽ കേഴിൻ മൃതിലോകത്തിൽ പൊടിയാമി ഉലകത്തിൽ മോഹത്തെ വിടുവേൻ കരുണാപൂർണ നിൻ സൃഷ്ടിക്കേ ഗണമേ. പുതുമയുയർപ്പിങ്കൽ മൃതരുടെ ഹോമാനിൽ വന്നേറി കാൺമേൻ മൃതികൂമ്പാരം പോൽ കൂട്ടിയ മാനവർത്തൻ ദുർഭഗാത്രങ്ങൾ പാഴ്മൺ പാത്രങ്ങൾ ഭീകരമസ്തികളിൽ കൃമികൾ കൂടികൊള്ളവോ. ഇതു കണ്ടാൽ താഴ്ത്തും തലഗർവേഷ്ടന്മാർ നശ്വരലോകത്തെ സ്നേഹിപ്പോർവാടും. മുറിയോരാകേൻ മേലനു ആധാരേൻ ആർദ്രതയാൽ നാഥാദേവ ദാസന്നെ ഗണമേ പുണ്യം
നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവനെ വത്സലരേ പാതാളത്തിൽ വഴിയും പാർപ്പിടവും പാർത്ത നിങ്ങളെ വേർപിരിയാൻ എന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. പിന്നാലെ വന്നോൻ ദൂതൻ വീണാൻ മീതെ വേഗം ഞാൻ അറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൻ ബാന്ധവരെ കാണാനൽപ്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ചു. കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചെല്ലൻ കൈക്കൂലി. സൃഷ്ടാവാം താതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്യൻ കബറിന്നും പറുദീസായിൽ ചേർക്കും റൂഹാസ്തോത്രാർഹൻ. ആർദ്രതയാൽ നാദാദേവ ദാസന്നേ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവനെ. പ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുട നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ഹോല ബോല ബറോവൽ റൂഹോ കാദീശോ മനോലം വാദാമൽ വോലം വൽമീനാമീം. താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസന് ജീവസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിൻ സൗമൻകാലോസ്കുറിയേലായിസോ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്നി അവരവരോടെഴുന്നേറ്റ് ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോർ. രക്തം പാനം ചെയ്തോൻ പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ. എന്നും കർത്താതന്നരുളിന്ന മഹത്വം മുറിയോറാകിൻ മേലനു ആധാരേ. അബ്രാമിന്റെ ഇസാക്കിന്റെ യാക്കോവിന്റെ മടിയിലെ പാർപ്പിക്കണമേ. വന്നവന് വരുന്നവനും മരിച്ചവരും അർപ്പിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങൾ ആത്മാക്കൾ ഒരുമിച്ച് പറയുമാറാണമേ. ആമീൻ. വത്സലരേ ദൂര തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ. പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവ
ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാൻ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാൻ. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടു ശങ്ക കൂടാതെ നിന്നെ തള്ളി സംഗീതം ഞാൻ കൊടു അന്യർക്കുന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തള്ളി സംഗീതം ഞാൻ കൊടു തന്യർക്കുന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. ദൈവം ഇടയാക്കി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 15-ാം അധ്യായത്തിൽ അവിടെ അവസാനം ഭാഗം 50 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. പരിശുദ്ധ പൗലോസ് ലീഹ പറയുകയാണ്,
ഇത് ജീവിച്ചിരിക്കുന്ന എല്ലാവരോടും, ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണു വയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. നമ്മൾ ഈ ലോകത്ത് നിന്ന് എത്ര വർഷം ഇവിടെ ജീവിച്ചു എന്നുള്ളതല്ല, ഏതാനും മണിക്കൂറുകൾ ഈ ഭൂമിയിൽ ജീവിച്ചാലും ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്ത് ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ച് ഈ ലോകത്ത് കടന്നു പോകുമ്പോൾ ആ വ്യക്തിയാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ വ്യക്തികളാണ് അബ്രഹാമയ മടിയിൽ വിശ്രമിക്കുന്നത്. ഈ പൊടിയൻചാനെ സംബന്ധിച്ച് അല്പ ദിവസങ്ങൾ ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അബ്രഹാമിയ മടിയിൽ വിശ്രമിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഈ മകനെ ലഭിച്ചു, സാഹചര്യവും അവസരങ്ങളും ലഭിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറയുകയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. പൗലോസ് ലീഗ പറയുകയാണ്, ഈ അച്ഛനോട് മാത്രമല്ല പറയുന്നത്, ഈ ശബ്ദം കേൾക്കുന്ന ഏവരോടും പറയുകയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും കാഹളം ധ്വനിക്കുകയും മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ഒരു പ്രത്യാശയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമ്മളെ അതിനുവേണ്ടി നാം ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവകൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്ത് ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, 14-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അവിടെ പറയുകയാണ്, ഇതുപോലെ വേർപാടും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരും, ഭാരം വരും, വേദന വരും. ഒക്കെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ പ്രിയപ്പെട്ട പുടിയൻചാൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അവിടെ അടുത്ത വാക്യം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുക. അതെ, ഇനി ഒരിക്കൽ പിതാവ് നമ്മളെ തേടി വരുന്ന ഒരു നിമിഷമുണ്ട്, കർത്താവിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്ത്. അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കുക. ഈ പ്രിയപ്പെട്ട ദാസന് ഒരുങ്ങിയിരിക്കുക. അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമം ലഭിച്ചതുപോലെ ഈ പ്രിയപ്പെട്ട ഏവരുമേ നമ്മൾ ഒരുങ്ങിയിരിക്കുവാൻ, ഏത് നിമിഷമാണ് മരണം വരുന്നതെന്ന് അറിയാതെ കൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം ദൈവകൃപ പ്രാപിപ്പാൻ, ദൈവ സാന്നിധ്യബോധമുള്ളവരായി ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കൊല്ലം ഭദ്രാസന പ്രാർത്ഥന യോഗത്തിൻ്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നതോടൊപ്പം നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിൻ്റെ ദാസൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഭവനത്തിനു വേണ്ടിയും ആത്മാവിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, മനോഹരമായ ദിവസത്തിൻ്റെ ഈ നല്ല നിമിഷത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കട്ടെ. കർത്താവേ, ചിലർക്കെങ്കിലും ഈ ഭവനത്തിൽ കടന്നു വരുവാനുള്ള ആയുസ് നീട്ടിത്തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തെ പ്രിയപ്പെട്ട ദാസിയ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും
അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ സമാധാനം കൊണ്ട് ഈ ഭവനത്തെ നിറയ്ക്കണമേ. അങ്ങ് തന്നെ കൽപ്പിച്ചല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ഈ ലോകം തരുന്നു പോലെയല്ല എന്ന്. തമ്പുരാനെ, അവിടുന്ന് വാഗ്ദാനപ്രകാരം അങ്ങയുടെ സമാധാനം കൊണ്ട് ഈ ഭവനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതുപോലെ ഒരു വേർപാട് മനുഷ്യജീവിതത്തിൽ ജനിച്ച എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ ശിഷ്ടജീവിതം നയിപ്പാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നതും ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചതെല്ലാം നഷ്ടപ്പെടുത്തി ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന നിത്യപരദീസ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നടക്കുവാനുള്ള എല്ലാ ശുശ്രൂഷയും തമ്പുരാൻ ഏറ്റെടുക്കണമേ. എല്ലാം ഭംഗിയായിട്ടും ഉചിതമായിട്ടും ക്രമമായിട്ടും ചിട്ടയായിട്ടും നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ പ്രാർത്ഥന കേട്ടതിനാൽ കർത്താവെ സ്തുതിക്കുന്നു. കാലാവസ്ഥയൊക്കെ അവിടുന്ന് ക്രമീകരിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങൾക്കായി കാലോറിയാഗമായി തീർന്ന് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നൂഷസെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. നിത്യമായ രക്ഷയെ തൻ ലക്ഷ്യത്തിൻ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷരാക്കിയിടും. ലക്ഷ്യത്തിൽ സുന്ദര അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നൂഷസെ ഓർക്കും തോറും രമ്യം. വന്നുദിക്കും പൊന്നൂഷസെ ഓർക്കും. രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവൻ്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവൻ്റെ സാക്ഷിയാകുന്നുണ്ടോ? മൽപ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുയെന്നു നീ വഹിക്കുന്നുണ്ടോ? മൽപ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുയെന്നു നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നൂഷസെ ഓർക്കും തോറും രമ്യം. വന്നുദിക്കും പൊന്നൂഷസെ ഓർക്കും തോറും രമ്യം. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ.
കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. മക്കളപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകൾ. ഹല്ലേലൂയ. ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ മനബോലം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞരുതാ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്ന് എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്ത്. എൻ്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി വീട എന്നും അവൻ ജീവിപ്പാൻ കർത്താ തന്നരുളിന്നു മഹത്വം മുറിയോ. മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും. ഇപ്പോൾ മൃതശരീരം പുറത്തേക്ക് ഇറക്കി വയ്ക്കുന്നതും അവിടെ വെച്ച് വീട്ടിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ നിർവഹിക്കുന്നതുമായിരിക്കും. എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി കരുണ നിറഞ്ഞവനീ പുനരുത്ഥാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. അവരപരാഹത്തിൻ്റെയും ഈസഹാക്കുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. ലോകെ ഞാൻ എന്നോട്ടം തികച്ചു സ്വർഗേവിരുദിനായി. ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗേവിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപ
സന്നിധോ പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേ നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേ നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേ ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും വന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ ആമീൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ രക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ പരിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവനെ സംഗതിയാക്കണമേ. ഹോശോ വബുക്കുൽ സുബാൻ ലവുൽ മീൻ. ആമീൻ. സംരക്ഷകനാം നാഥ ദേവാ ഹല്ലേലൂയ്യ ലുയ്യാരാവും പകലും തിരുമുൻപിൽ കേണേൻ പോകട്ടൻ പ്രാർത്ഥന നിൻ സവിധം ഹാലേ ലൂയോ ഹാലേ ലൂയ്യ ശ്രദ്ധിച്ചിടണമെൻ യാചനയെ തിന്മയെ മോഹിച്ചെന്നാത്മം ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ എന്നുയിർ പാതാളം പോകി കുഴിയിൽപ്പെട്ടോരെ പോലായേൻ ഹാലേ ലൂയോ ഹാലേ ലൂയ്യ തുണയറ്റോരോടൊത്തേ ഞാൻ ബാറക്കുമോ മനോലം വാദാമൽമോലം പ്രതിയർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുത്ഥാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിന്തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗി സൗമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന് നല്ല ഉന്നതിയുമല്ല ഇപ്പോഴും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതിയും. തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും യാമങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യുക്തമാകുന്നു. ബുക്കുൽ ഹൂനിയവും
പാറയ്ക്കുമോർ ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാകന്മാരുടെ കൂടി വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവനും പ്രവർത്തിച്ചതിനെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ഈ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും ജീവനുള്ള തിരുവായു കൊണ്ട് അരുളി ചെയ്തിട്ടുള്ള വചനം ഞങ്ങളിലും ഇവനിലും നിറവേറ്റുമാറാകണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോർ പൗലോസ് എഴുതി മൃതിമശിഹായിൽ പ്രാപിച്ചോരെ മരണം ബാധിക്കില്ലെന്നേവം മശിഹാ നിദ്രാവശരായോർ വീണ്ടും മൃതിയേൽക്കില്ലെന്നുദ്ഘോഷിച്ചാൽ ശാസ്ത്രീശൻ. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്രയോടിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്ന ഈ സുഗന്ധധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ ലവൽമേ. നുകരുന്നോനു കടും കൈപ്പാണി മരണകാസാവരിക ജവം പോകാമുടയോ നിന്നെ ആരായും നെന്നാത്മാവോ ദാദൂതൻ ചൊല്ലും നേരം പാരം ഖേയോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാത്മാ ഓതുന്നു ശാന്തിയൊടുദ്ധാനത്തോളം തനുവേ നിവസിക്ക. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഞാൻ വൈദേശികൻ എന്നേവം ചൊന്നീടുന്നാത്മം ആൾ വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല. പ്രേഷിതനെന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക. കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും. മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം മെയ്യേ. ഹാലേലുയ്യ, ഓ ഹാലേലൂയ. പാറക്കുമോ ശുഭഹോലാ ബോല ബറോവൽ റൂഹോ കാദീശോ ഹാലേലൂയ. ദൈവസുധാ വഴി യാത്രയിലൻ പാഥേയം നീയ. ജഗതേ പോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി. ഞാനെരിയരുതേ നിൻ തനുരുധിരങ്ങൾ എൻ തനു വീന്നും. വാസന വീശുമ്പോൾ മാമോദീസേനിക്കോർത്താൽ മുങ്ങ തൊരു നൗക. നാഥ നിൻ കൃപ കാണണമേ ഞാനു ദാനത്തിൽ. ഹാലേലൂയ,
ലുയ്യാ ഓ ഹല്ലേലൂയ. മെനവോലം വാദാമുലവോലം വൽമീന മിനഹാലേ ഏലുയ്യാ. വേർപാടിൻ വേളയിലാത്മം മെയ്യോടുര ചെയ്യും എന്തുപകാരം എനിക്കും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമസ്ഥർക്കേകി ഭീകരസിംഹാസന സവിധം പോകുന്നേനെന്റെ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ മുറിയോരാകേൻ മേലനുവാദാറേ ആർദ്രതയാൽ നാഥാദേവ ദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ. രക്ഷിപ്പാൻ വന്നോൻ മശിഹ നീയൻ സങ്കേതം മിത്രം ചാവരുളിൽ പാതാളത്തിൽ നിൻ ദീപം എൻ വേർവാടാസന്നം ഞാൻ നിങ്ങളിൽ നീപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ നിങ്ങൾ വത്സരരേ ശാന്തിയാവാഴ്വിൻ സഹോദരന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു. കേൾക്കുക ദേവാ നിൻ ശരണേ നിദ്രയിലായോ രാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ. ആർദ്രതയാൽ ദേവദാസനെ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രിയ പിതാവൂടെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണ്. നമ്മുടെ ഇടവകയിലെ ഒരുപക്ഷെ പ്രായമുള്ളവരുടെ ഗണത്തിലെ ഒരു പിതാവ് കൂടെ നമ്മിൽ നിന്ന് യാത്ര പിരിയുമ്പോൾ ഒരു തലമുറയുടെ അവസാന കണ്ണികളിലേക്കാണ് നാം കടന്നു വരുന്നത് എന്നുള്ളത് ഓർക്കുക. താൻ പ്രിയപ്പെടുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കർത്താവേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥനാപൂർവം ഒരുങ്ങി ദൈവസന്നിധിയിലേക്ക് ഈ പ്രിയ പിതാവ് യാത്രയായിരിക്കുന്നു. തൈലാഭിഷേകം നടത്തണമെന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ എന്നോട് സൂചിപ്പിക്കുമ്പോൾ ഞാനിവിടെ വന്ന സമയമായതുകൊണ്ടും ഭവനത്തെക്കുറിച്ച് എനിക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടും എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതായിരിക്കും സൗകര്യമെന്ന് അവർ തന്നെ അറിയിച്ചതനുസരിച്ച് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മടങ്ങി ഇവിടെ എത്തി വീണ്ടും അല്പം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് തൈലാഭിഷേക ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പലപ്പോഴും നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമല്ല. എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷമെന്ന് നമ്മൾ പരസ്പരം ചോദിക്കുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും സാധാരണ പറയാറുള്ളത്, ഓ ഇങ്ങനെ അങ്ങ് പോകുന്നു. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ പലരും പറയും, ഇങ്ങനെ അങ്ങ് പോകുന്നതാണ് ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്. എന്നാൽ ദൈവ പൈതലിന് ചെന്നെത്തുവാനുള്ള ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 42-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു.
ഒരു ദൈവ പൈതലിന് ചെന്നെത്തുവാനുള്ള സ്ഥാനം ദൈവത്തിൻ്റെ ആത്മാവോട് ഒന്നായി തീരുക എന്നുള്ളതാണ്. ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് പറയും, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന്. ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, ഇവിടെ നിന്ന് മനുഷ്യൻ രൂപീകൃതനായോ അവിടേക്ക് അവൻ മടങ്ങിയെത്തണം. എങ്ങനെ അവൻ ഈ ലോകത്തിലേക്ക് വന്നുവോ അതുപോലെ അവൻ ലോകത്തിലേക്ക് തിരികെ ചാടണം. നമ്മൾ പാടാറുണ്ട്, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ സൃഷ്ടി മടങ്ങി ചെല്ലുന്നതാണ് മരണം. എല്ലാ യുദ്ധങ്ങളുടെയും അവസാനം, എല്ലാ പോരാട്ടങ്ങളുടെയും അവസാനം ദൈവത്തോട് ചെന്ന് ചേർന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ജീവിതമാണ് വിശ്വാസിക്ക് എന്നും ലക്ഷ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് ഏറെ വാഞ്ചയുണ്ട്. ഈ ശരീരത്തെ വിട്ട് ദൈവത്തോട് ചേരുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരും ലക്ഷ്യം വയ്ക്കുമ്പോൾ ആ ദൈവത്തോട് ചേരുവാനുള്ളവരാണ് നാം എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ പ്രിയപിതാവ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് വിശുദ്ധിയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്ര പേർക്ക് അപ്രകാരം സാധിക്കുമെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധനാവുന്ന യാക്കോബിൻ്റെ ക്രമത്തിൽ, വിശുദ്ധ കുർബാനയുടെ ക്രമത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ അന്ത്യം എപ്പോഴോ എവിടെയോ എങ്ങനെയോ ഞങ്ങൾ അറിയുന്നില്ല. നിനക്ക് തിരുമനസ്സാകുന്ന സ്ഥലത്തും സാഹചര്യങ്ങളിലും വെച്ച് നിന്നോട് ചേർന്ന് ആയിരിക്കുവാൻ ഞങ്ങൾക്കിടയാകണമെന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രിയപിതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. ദൈവം തൻ്റെ സിംഹാസനത്തിന് മുൻപിലായി എഴുന്നേറ്റ് നിന്ന് ഈ ദാസൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനക്കണ്ണിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്തെഫാനോസ് മരിക്കുന്ന അവസരത്തിൽ അവനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമ്മുടെ പ്രിയപ്പെട്ടവർ നിത്യതയിലേക്ക് ദൈവത്തോടൊന്നിച്ചാണ് അവർ പാർക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ടൊരു ശൂന്യതയുടെ വിശ്രമത്തിൻ്റെ അവസരമല്ല, ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് മരണം. ഈ പ്രിയപിതാവിനെ ദൈവത്തിൻ്റെ സ്വർഗീയ ഭവനങ്ങളിൽ ചേർത്തുകൊള്ളുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ എല്ലാ പേർക്കും ദൈവം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ഈ പ്രിയപിതാവിന് എല്ലാവിധമാകുന്ന യാത്രാമംഗളങ്ങളും നേരുന്നു. ദൈവം തൻ്റെ കൃപയാൽ സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പൂർണ്ണമായിരിക്കുന്നു. ഇനി ധൂപപ്രാർത്ഥന നടത്തുകയാണ്. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അന്ത്യബലി നൽകി യാത്ര അയക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതുമാണ്. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരരുടെ നാൾകളോ ഹല്ലേലൂയ, പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാർക്കുമോർ ഓലം വാദാമിൽ ഓലം വൽമീനാമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേർ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിന്ന സ്തോമൻ കാലസ് കുറിയേലായിസോ. രാജാവുയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നെ അവരവരുയിരോടെ എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു ബാറക്കുമോർ. രക്തം പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേട്ട് മരിച്ചത് ഞാൻ എന്നും കാർത്താ തന്നരുൾ മുറിയോരാകേൻ മേലൈനോ ആധാർ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ പത്തനാകി മൂലമാക്കണമേ. അബ്രാഹാമിൻ്റെ യാക്കോബിനോട് പാർപ്പിക്കണമേ. ശരിയായിട്ട് വിളിച്ചു പറയാണമേ. ആമീൻ. ഇപ്പോൾ
ശവസംസ്കാരത്തിൻ്റെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം വന്ന് അന്ത്യചുംബനം നൽകി യാത്ര അയക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പരനേ അധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ ദൂരവേയല്ല മരണം എന്നാർക്കറിയ ലേശം ഇല്ലാ സമയങ്ങൾ ദൂരവേയല്ല മരണം എന്നാർക്കറിയ ലേശം ഇല്ലാ സമയങ്ങൾ രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കാട്ടിൻ മാലകളിലും റോഡിൻ തെരുക്കളിലും കാട്ടിൻ മാലകളിലും
കൂട്ടുകാർ ചേർന്നു വഴിയാത്രകൾ ചെയ്യുമ്പോഴും കൂട്ടുകാർ ചേർന്നു വഴിയാത്രകൾ ചെയ്യുമ്പോഴും എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണ് സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ചുമതലയാണ്. പരമാവധി 20 പേർക്കാണ് സംബന്ധിക്കുവാനായിട്ട് അനുവാദമുള്ളതെങ്കിലും നിങ്ങൾ സംബന്ധിക്കുന്നവരൊക്കെ അല്പം ദൂരം പാലിക്കുവാനായിട്ട് ശ്രമിക്കുക. 20 പേര് കൂടുതലാകുമ്പോൾ നിങ്ങൾ പ്രത്യേക ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ആരെങ്കിലും ശരീരം കാണുവാനായിട്ട് നമുക്ക് ശരീരം കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്ത് ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ ഇപ്പോഴും സദാ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിൻ്റെ സ്തുതിയും തനിക്ക് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലുകുഞ്ഞവുമോ സുതകായിലവൽമേൻ ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിൻ്റെ സൃഷ്ടാവും ലോകത്തെയും അതിൻ്റെ അവസ്ഥാനങ്ങളെയും ക്രമീകരിക്കുന്നതിനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും ആകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് രക്ഷയും
മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്ത് നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവ് ഇരുലോകങ്ങൾക്ക് അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഇതിൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. എതിരാളിയുടെ ബന്ധനത്തിൽ നിന്നും അതിനെ വിടർത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ണു ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി ചൂടുക്കണമേ. കൃപാപൂർണമായ വലങ്കി ഇവനെ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നും ഇവനെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരങ്ങളായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളിലും ഇവനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവന് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവനിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നത് വരെ ഈ നിന്റെ ദാസനെ കോട്ടയും അനുയായിയും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവന് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാവരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാക്കണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലവെച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്ക് ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കി കളയണമേ. ദൈവമേ, നിന്റെ മസിയാലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വായിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയിൽ ജാരഹിതമായ പ്രസന്നങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസനുമായി ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധവുകായെയും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ഓശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളെ നിന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. മരണം പ്രാപിച്ചഴുകിപ്പോയോനെ കബറി നാഹ്വാനം ചെയ്ത സൃഷ്ടാവിന്നാജ്ഞ ധ്വനിയുദ്ധാനമകാ ദിവസേ മൃതരെ ഏറ്റി ചേർക്കും യോശാവത്തെന്ന സാനുത്ഥാനത്തിൽ അരജനരിക്കും ത്രോണോസിൽ സത്യവിധിക്ക തലമുറകൾ വന്നെത്തിയിടും. നാഥ സർവേശ
എന്മേലന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ. മറിക്കുമോർ കാരണവാനായ ദൈവനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ആത്മാവിനോട് നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചി കിടകണ്ട ബന്ധങ്ങളിൽ നിന്നും അന്തരീക്ഷവാസികൾ അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളുടെ നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യുമാറാകണമേ. മറയ്ക്കുമോർ മോറൻ വാലോഹാൽമീ ധന്യൻ മശിഹാവാക്കാൽ മൃദുരയുയർപ്പിപ്പോൻ തൻ കൽപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകിയിടുന്നവനെ രാജ്യത്തെതിരേൽപ്പാനവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാർക്കും വന്നേ ഏറി കൈക്കൊണ്ടിടുവിൻ കൽപ്പന കാത്തോ കായ് മുൻപേ താതൻ കരുതിടുമാരാജ്യം. നീരിൽ നിന്നും മാസികാതൻ റുസ്മയേറ്റോരെ മൃതരെ വഴി നിങ്ങൾക്കുണ്ടാശിപ്പാൻ മൃദുലോകത്തിൽ ധീരതയും പ്രത്യാശേദം പ്രാപിപ്പിൻ. ഉയരോടെഴുന്നേൽക്കും നിങ്ങൾക്കേടേതും തീണ്ടിടാതെ കല്ലറയിന്നും പറുദീസ പോകും. ചൊന്നേവം കേട്ടേൻ മൃതരെ ഓർത്തിട്ടൾ നിങ്ങൾ കരുതൻ നാശിച്ചിടുന്നേൻ വാനിൻ കാഹളനാദത്താൽ മൃതരെല്ലാരും എഴുന്നേൽക്കും. താൽക്കാലികമാമീ ഗാത്രം നിത്യ ദയെ പ്രാപിച്ചിടും തനുവെഴുന്നേൽക്കും. കേടില്ലാത്തിൻ വന്നാളിൽ മനവോലം വാദാമൽവോലം വർഷിക്കട്ടെ താതനയച്ചിട്ടാബാബിൽ തീച്ചോളിൽ ബാലന്മാരിൽ വീഴ്ത്തി യജീവപ്പാനി നീര മൃദുലോ ഗത്താകുലമേറും ഭവനം ളിൽ മരുവും നോരിൽ നിന്നവയത്തിൽ നിദ്രീതരം ദാസ് വീഴപോക്കി അവകാശം നൽകിടേണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ. ശരണേ മൃതനാം ദാസനുത്ഥാനം നവ്യത നൽകട്ടെ. ഇതു മൃതയിൻ ദിവസം വേദനയിൻ ദിവസം പരിദേവന ദിവസം കടുദിവസം നാഥ നൽകണമാശ്വാസം. ഏവരും ഒരു പോലെ മൃതി നുകരണമെന്നാൽ യൗവനമൃതി കൈപ്പാൽ കഠിനതരം നാഥ നൽകണമാശ്വാസം. സകലമർത്തിടുമാ മൃതി മുന്നറിവെന്നെ സത്വരമെത്തുകയാൽ ഇവനുത്ഥാനത്തിൽ നൽകണമാശ്വാസം. സഹജൻ രക്ഷിക്കാ സ്നേഹിതനുദകീട ഏവം നിവിവചനം ക്രിയയാൽ നിറവേറെ തുണനാദാ ചെയ്യുക. ഹൃദരമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനം മൃതിയെ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവനും. നാവുകളെ നല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരുയരും
സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. ആദാം നിജ മക്കൾ കേകിയ കാസ അമൃതിപാനീയ പേരും പാനം ചെയ്യുവാനാദാമിൻ ആത്മജലതുമുറയായി കൈമാറി. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങൾ എന്നേക്കുണ്ടായിരിക്കട്ടെ. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവിൻ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതെ ഇരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാണെന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവരെങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടു കൂടി വരുമെന്നും ചോദിച്ചേക്കാം. ഭോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരവും വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയയുടെ തേജസ് ഒന്ന്, ഭൗമികയുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാവുന്നു മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാവുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നു അങ്ങനെ തന്നെയാകുന്നു ഭൗമികനും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയനും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരത അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണിമയ്ക്കുന്ന അത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായ പുനരുത്ഥാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നാൽ നശ്വരമായ അനശ്വരതയും മർത്യമായ അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹായ് ബാറക്കുമോ. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവനെ രക്ഷിക്കാ. ഹല്ലേലൂയ. മാറിക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേല്യോൻ, ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും. അന്ന് പരിപാലിക്കുവാൻ വാഴ്ത്തപ്പെടാനാകുന്നു നമ്മുടെ രക്ഷിക്കാത്തിനേച്ചവനെ സ്ത്രീകളും നാലാന്റെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാം ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവരും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിപ്പിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രൻ തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു,
എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. അവനായ വിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടിയും നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറയിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡന വിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടത് കൽപ്പിച്ചു അരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ബാറഖമോ, നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമാകുന്നുകൊണ്ട് ദൈവത്തിലെ പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായിസോ നേറ്റു ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നല്ല ചെയ്തവനാ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെ മരണഗതി കാലിൽ തുടങ്ങി തലവരെ എടുത്തു നിൽക്കുന്നു. അവന്റെ മനസ്സ് അനുതാപത്തിലേക്കും ധൃതി കൊണ്ട് എന്ന് ജ്ഞാന സമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ചു ക്രമീകരിച്ചവനുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകുൽക്കരസായുടെയും സൈന്യങ്ങളെ ആധിപത്യത്തിൽ സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ രക്ഷിച്ച് സ്വർഗീയ ഊർജ്ജം എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽപ്പാനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരെ ഒരുമിച്ച് നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിൽ പ്രകാശരശ്മികളിൽ ഞങ്ങളിൽ നിന്നുള്ളവരെയും ആത്മാക്കളെയും പ്രകാശിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോ എന്ന് ഏറ്റു ചൊല്ലണം. തന്റെ ദൈവീയ കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ സഹോദരനെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവ് സന്നിധിയിൽ നിന്ന് ദൈവിക സേനയുടെ സഹായവന് അയച്ചു കൊടുക്കണമേ. എന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരുടെ കൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിൻ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നമുള്ള വിശ്രമത്തിനും യുദ്ധത്തിനുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിനുമായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളിച്ചത് പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസൻ നിറവേറിയിരിക്കുന്നു. മൃതരെ ജീവിപ്പിക്കും നിൻവരവധി കൂടം എന്നേക്കും. മിന്നലുടയോനാഗതനായിടും മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. ക്രോപകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും പരദീസാതൻ അവകാശി വരിക. എഴുന്നള്ളിയനാഥൻ നമ്മുടെ
മൃതിനാശകനെ പ്രാണപ്രദദേവ വന്ദനമീശോ രക്ഷാദായകനെ. സ്ഥാനം നീങ്ങിയ നിന്നവുക ആനന്ദത്തിൽ ദുർമുഖമാർന്നല്ലോ. ആവൽസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃസ്ലീബ പാലമതാകട്ടെ. എന്നിൽ ഞാൻ കാണണമേ നിൻ വരവിൽ. സവയം സുതരം വ്രതസുതറുകായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി പാപബന്ധനങ്ങളിൽ നിന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്ക് ഞങ്ങൾക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി. പാറിക്കുമോ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഹമാരും പ്രധാന മാലാഹമാരും സ്തുതിക്കും പോലെ ബലഹീനരും മൺമേരുമാവുന്ന അടിയങ്ങളെ സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങൾ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യങ്ങൾ ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുടെ പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവായ ദൈവമായ കർത്താവേ, നിന്നെ ഏകപുത്രനുമായ ദൈവമായ കർത്താവേ, വിശുദ്ധർവാടോട് നിന്റെ സ്തുതിയുടെ വലുപ്പത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും അതിനും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിന് വഹിച്ചനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണം. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിന് വഹിച്ചനുമായുള്ളവേ, നിന്റെ ജീവജാത്യങ്ങളുടെ അപേക്ഷകളണമേ. വലതു ഭാഗത്ത് മുഖത്തോടിരിക്കുന്നവനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധർവാടൂടെ ശമിശിയ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായി കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലവും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമത്തോളം നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്ക് മേഘപുത്രനും ജീവനുള്ള പരിശുദ്ധരുവായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പുകഴ്ച ഏർച്ചയാകുന്നു. ഞങ്ങളുടെ മോൾക്ക് നേരെ നീ അടയ്ക്കരുത് കർത്താവേ, ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളോട് കർത്താവേ, എന്റെ മനത്താൽ ഞങ്ങൾ വന്ന് മാഞ്ഞു പോകാനായിട്ട് നിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേ. സർവശക്തിയുള്ള പിതാവായി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയെല്ലാത്തിനും സമത്തോളം മാത്രം വെച്ചവനും മനുഷ്യക്ക് വേണ്ടി തിരുമനസാപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടത്തിന് വെച്ച് മരിച്ചു കൊടുക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാർ മുഖാന്തരം സംസാരിച്ചനുമായ ജീവനെ വിശുദ്ധിയുള്ള ഏകറുവാലും കാതോലിക്കവും സ്ലൈകവുമായ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപാടെ ഏർപ്പനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പാർക്കുന്നു. ആമീൻ. പാർക്കുമോ പള്ളിക്കുള്ളിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇപ്പോൾ മൃതശരീരം സംസ്കരിക്കുന്നതിനായിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വത്സലരേ ദൂര തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ
കവാടത്തിൽ ബന്ധിച്ചെന്നേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് പാവപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നുള്ള ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാവപരിഹാരം നൽകുകയും ചെയ്യണമേ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും പരിശോധന സംസ്കാരത്തിൽ നീതികളാക്കുകയും മൃതനിൽ നിന്ന് കർണ പിൻവലിക്കരുത്. വിരുദ്ധഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ഇല്ലാതോർത്ത് പോകുന്നതാണെന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവിക തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാന ശാന്തി നൽകട്ടെ. കർത്താവിന് മഹാകർമ്മയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ദൈവം തന്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നതിന്റെ ദാസനും ആരാധകനുമാകുന്നതിനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നതിലേക്ക് രണ്ട് യോഗങ്ങളുണ്ടായിരിക്കുമാറാകട്ടെ. ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നവരാകുന്നു. ഈ സംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവായിട്ട് നിലനിർത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും അവിടുത്തെ ഉന്നതവും സ്വർഗീയമായ സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയായിട്ട് ആക്കി തീർക്കുമാറാകണമേ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും ജലാനേടികളെല്ലാ പേരുടെ മേലും ശരീരപ്രകാരം ഞങ്ങൾ വേർപിൽ ഞങ്ങളുടെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ദാസിന്റെ ആത്മാവിന്മേലും ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും നീക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ കാർമ്മികത്വം വഹിച്ച പ്രിയപ്പെട്ട വൈ തോമസ് അച്ഛൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ലിജോ അച്ഛനോട് പ്രിയപ്പെട്ട ആയിരം ശന്മാച്ചനോടുള്ള സ്നേഹവും സന്തോഷവും കുടുംബത്തിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഒന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാ പേരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ സമയത്ത് ഖബർ കൽവ മൂടുകയും ചെയ്യും. ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ